അധ്യക്ഷവേദിയിലെ ബഹുമാന്യ സുഹൃത്തുക്കളെ, ദൈക്ഷണികമായി വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന നല്ല ബോധ്യം എനിക്കുണ്ടാകും. കഴിഞ്ഞ ഒരു കാൽനൂറ്റാണ്ടിനിടയ്ക്കെങ്കിലും നിങ്ങളുടെ പ്രസ്ഥാനത്തിനുണ്ടാക്കിയിട്ടുള്ള ഒരു വളർച്ച അത്ഭുതകരമാണ്. അതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു പ്രൊഫഷണൽ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു സംവാദ സദസ്സ് ഇത്ര വിപുലമായി നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷം ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. പാരമ്പര്യത്തിൻ്റെ ചില തലങ്ങളെങ്കിലും മണ്ണിനോട് ചേർന്ന് നിന്ന് നിങ്ങൾ ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ടെന്നതിൻ്റെ ഏറ്റവും തെളിവായിട്ടാണ് ഈ മണ്ണിൻ്റെ കൂജ നിങ്ങൾ വെള്ളം കൊടുക്കാനായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് എന്താ പറയുക, എർത്ത് സബ്മിറ്റ് എന്നും കൂടിയായിട്ട് ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് കഴിയണം. റീച്ചെന്ന് വളരെ ആഴത്തിൽ മണ്ണിൽ വേരുകൾ ഉണ്ടാകണം. അതാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. വേരുകളൊക്കെ ഇങ്ങനെ മുറിച്ച് കളഞ്ഞാൽ ആ വൃക്ഷം പിന്നീട് നിങ്ങൾക്ക് ഇല്ലാതെയായി പോവുകയും പിന്നെ ആ വൃക്ഷത്തിൻ്റെ സ്ഥാനത്ത് കോൺക്രീറ്റ് കൊണ്ട് ആ വൃക്ഷത്തിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കണ്ടാൽ അത് അങ്ങനെ തന്നെയായി തോന്നും. അതൊരു പ്രതീതി മാത്രമായിട്ടാണ് മാറുക. അതൊരു ജൈവവൃക്ഷമായിട്ട് മാറുക. ജൈവവൃക്ഷം എന്ന് പറയുന്നത് അത് ആഴത്തിൽ മണ്ണിൽ ജലത്തിൽ അത് വേരാഴ്ത്തി നിൽക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പാരമ്പര്യത്തെ ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നോക്കുന്നത് പാരമ്പര്യവും പാരമ്പര്യത്തോടുള്ള നിഷേധങ്ങളുമാണ്. ഈ പാരമ്പര്യ നിഷേധം യൂറോപ്പിലൊക്കെ അവാൻഗാർഡ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പാരമ്പര്യ നിഷേധത്തിൻ്റെ ഒരു രീതിശാസ്ത്രം ഉണ്ടായിരുന്നു. അത് സമാനമായിട്ട് മതത്തിനകത്തും കൊണ്ടുവരികയാണ്. ഈ പാരമ്പര്യ നിഷേധം മതത്തിനകത്തും രൂപപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് പാരമ്പര്യത്തെ വലിയ ഒരളവിൽ അംഗീകരിക്കുന്ന, പാരമ്പര്യത്തിന്റെ വഴിയെ പോകണമെന്ന് അംഗീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നിങ്ങളുടേതെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സവിശേഷത. അപ്പോ ആ നിലയ്ക്കാണ് ഞാൻ എൻ്റെ ചില ആശയങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഞാൻ അറിഞ്ഞിട്ടുള്ള ഇസ്ലാം എന്ന് പറയുന്നത്, അല്ല ഇസ്ലാമിനെ എങ്ങനെയാണ് ഞാൻ സമീപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ജനിക്കുന്നതും വളരുന്നതും ഒരുപക്ഷെ ഹൈന്ദവമായ അനുഷ്ഠാനങ്ങൾക്കകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ വളരുന്നത്. എൻ്റെ തറവാട്ട് വീട്ടിൽ മച്ചിന് വലിയ പ്രാധാന്യമാണ്. പൂജകള്, തന്ത്രങ്ങൾ, മുത്തശ്ശനാണെങ്കിൽ വലിയ മന്ത്രവാദിയും നാട്ടുവൈദ്യനും ഒക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ അങ്ങനെ നേരിട്ട് അറിയാവുന്ന ഒരു പശ്ചാത്തലമല്ല എൻ്റെ ഗ്രാമത്തിലുള്ളത്. പക്ഷെ എൻ്റെ ഗ്രാമം അടങ്ങുന്ന പ്രദേശത്ത് ഇസ്ലാമിന് വലിയൊരു സ്വാധീനമുണ്ട്. പ്രത്യേകിച്ചും ആ പ്രദേശം സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭത്തിന് എങ്ങനെയാണ് ഇസ്ലാമിന്റെ ആത്മീയത, അതെങ്ങനെയാണ് സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭത്തിന് പ്രയോജനപ്പെടുത്തുക എന്ന് നന്നായി അറിഞ്ഞ വലിയ നേതാക്കൾക്ക് ജന്മം നൽകിയിട്ടുള്ള ഒരു ഭൂപ്രദേശം കൂടിയാണിത്. പ്രത്യേകിച്ചും ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല. പക്ഷേ വിശുദ്ധ ഖുർആനെ കുറിച്ച് അറിഞ്ഞുകൂടാ. ആകപ്പാടെ അറിയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നോമ്പുകാലമാണ്. അത് മാത്രമേ നമുക്കുള്ളൊരു ഓർമ്മ. അതുകൊണ്ട് നോമ്പ് ഇങ്ങനെ എണ്ണം പിടിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ. അതെന്താ വെച്ചാൽ 27-ാം രാവ് വരാൻ വേണ്ടിയിട്ടാണ്. 27-ാം രാവിന്റെ സമയത്ത് അന്ന് നിങ്ങളിതുപോലെ ഇവിടെ സലാത്ത് നഗറിലെ ലക്ഷോപലക്ഷം ആളുകൾ കൂടി നിൽക്കുന്ന പ്രാർത്ഥനാ സദസ്സുകളൊക്കെ രൂപപ്പെട്ടു വരുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണത്. അവിടെ ഞങ്ങളത് എണ്ണം പിടിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളെ തറവാട്ടിന്റെ പിന്നാമ്പുറത്തെ കുന്നിന്റെ താഴ്വരകളിൽ എരുമകളെ മേയിച്ച് എരുമപ്പാൽ വിറ്റ് ഒക്കെ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മുസൽമാന്മാർ അന്ന് നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് തേക്കിന്റെ ഇലയിൽ പൊതിഞ്ഞു കെട്ടി ഞങ്ങളെ വീട്ടിലേക്ക് സന്ധ്യ നേരത്ത് ചൂട്ടും കത്തിച്ച് വരുന്ന ഒരു ദിവസമാണത്. ആ സന്ധ്യകളെ കുറിച്ചുള്ള ഓർമ്മകളാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. പിന്നൊന്ന് ഈ മതപ്രഭാഷണമാണ്. ആ സമയത്ത് സ്ത്രീകളൊക്കെ രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞാൽ ചൂട്ടും കത്തിച്ച് മതപ്രഭാഷണത്തിന് പോകുന്നു. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങൾക്ക്. അതിനപ്പുറത്തേക്ക് ഉള്ള വലിയ അനുഭവങ്ങളൊന്നും നേരിട്ട് ഉണ്ടായിട്ടില്ല.
പക്ഷേ വലിയ മനുഷ്യരെ പരിചയപ്പെട്ടിരുന്നു. ആ വലിയ മനുഷ്യരൊക്കെയും വലിയ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളായിരുന്നു. എങ്കിൽ അവരുടെ ജീവിതത്തിന്റെ മഹത്വത്തെ നിർണയിച്ചെടുത്തതിൽ അവരുടെ പാരമ്പര്യത്തിന്, അവരുടെ മതത്തിന് വലിയ പങ്കുണ്ട് എന്ന ഒരു അവബോധം കുഞ്ഞുനാളിൽ തന്നെ രൂപപ്പെട്ടു വന്നു. അത് എന്തായിരുന്നു എന്ന് അന്വേഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു എളിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇസ്ലാമിനെ പഠിക്കാനായിട്ട് തീരുമാനിച്ചത്. അണ്ട് ഇപ്പൊ ഏത് തരത്തിലാണ് പഠിക്കേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം വലിയ പാരമ്പര്യങ്ങളെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ, കാട് വളർത്തുന്ന പോലെ താടി വളർത്തുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ. ആ അത്തരം താടികളുടെ ഉള്ളിലൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നത് ഏതെല്ലാം തരത്തിലുള്ള പാരമ്പര്യ വിരുദ്ധതയാണ് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നേരിട്ട് നന്നായിട്ട് അറിയാം. അപ്പൊ ഇങ്ങനെയാണ് ഇതിന് കാണേണ്ടത്. ഇത് തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ സമീപിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അണ്ട് ഏറ്റവും ഏതാ സ്രോതസ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പ്രവാചകനും ഖുർആനും തന്നെയാണ് ആണല്ലോ. അതാണ് സ്രോതസ് എന്ന് പറയുന്നത്. കാരണം അതിനൊരു സ്പിരിച്വൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു സാധനം അതെന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രവാചക ജീവിതത്തിൽ തന്നെ വിശ്വാസം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസം എവിടെ നിന്ന് കൊണ്ടുവരുന്നു എന്ന് ചോദിക്കുന്ന ഒരു സമയത്താണ് ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞു വരുന്ന ഒരു കാര്യം. അതിലേറ്റവും പ്രധാനമാണ് ഹിറ ഗുഹ എന്ന് പറയുന്നത്. അല്ലാതെ അതിൽ നിന്നാണ് വരുന്നത്, അവിടെ നിന്നാണ് വരുന്നത്, ഹിറ ഗുഹയിൽ നിന്നാണ്. അല്ലാണ്ട് വാളിന്റെയും ആയുധത്തിന്റെയോ AK-41 തലപ്പത്ത് നിന്നല്ല അത് ഇറങ്ങി വരുന്നത്, മറിച്ച് ഹിറ ഗുഹയിൽ നിന്ന് തന്നെയാണ്. ആ ഹിറ ഗുഹയിൽ നിന്ന് വന്ന ഒരു വലിയ മഹാപാരമ്പര്യമാണ് പിന്നെ ധ്യാനത്തിന്റെ സ്ഥലികളിലൂടെ ഒരു വലിയ നീരുറവകളായി വിസ്മയകരമായി അത് പിന്നീട് ഒഴുകിപ്പോയത്. അത് പിന്നീട് ആ ധ്യാന പരിസരത്ത് നിന്ന് സൂഫികൾ കണ്ടെത്തിയ ആ ഒരു സവിശേഷ ധ്യാന പരിസരത്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഏറ്റവും ദീപ്തമായ മുഖം ദർശിക്കാൻ കഴിയുക. ഇന്ത്യയിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ബന്ദനബസ് ചിസ്തിരാസിന്റെ മക്ബറയിൽ ചെന്നാലും ചിസ്തി തങ്ങളുടെ മക്ബറയിൽ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇതര മതസ്ഥരായ ആളുകൾ ഈ മക്ബറകളിൽ ആരാധനയ്ക്ക് വേണ്ടി വരുന്നു എന്നതാണ്. ഇതര മതസ്ഥരായ ആളുകൾ അവരെ കൂടി ആസ്വദിക്കും. എന്തുകൊണ്ടാണ്? ആ സൂഫി വര്യന്മാർ അവർ ജീവിച്ച കാലഘട്ടത്തിൽ അവരുടെ സന്ദേശം സാമാന്യ ജനതയ്ക്ക് മേലെ അവരുടെ സന്ദേശത്തിനുണ്ടായിട്ടുള്ള ഒരു വലിയ ഒരു സ്വാധീനം. അതിന്റെ ഭാഗമായാണ് ഈ ഇത്തരത്തിലുള്ള സൂഫി മക്ബറകളൊക്കെ വരുന്നത്. ആണ് ഞാൻ പറയുന്നത്. അതിന്റെ പറയണം, നമ്മൾ കേവലമായ രീതിയിൽ മക്ബറ ആരാധനകൾ ശരിയല്ല, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. പക്ഷേ അത്തരത്തിലുള്ള ഈ സൂഫി ആചാര്യന്മാരുടെ ഒരു ജീവിതം പരിശോധിച്ചു വന്നു കഴിഞ്ഞാൽ അതിന് ആധ്യാത്മിക രംഗത്ത് സവിശേഷമായ ഒരു പ്രസക്തി നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ ഇതിന്റെ ഈ ഒരു വഴിയിലൂടെ അന്വേഷിക്കാൻ നടത്തിയിട്ടുള്ള ചെറിയ ഒരു ശ്രമം, അങ്ങനെയാണ് ഞാൻ പ്രവാചക ജീവിതത്തെ ഞാൻ പഠിക്കാനായിട്ട് ശ്രമിച്ചത്. പ്രവാചകൻ വളരെ അസാധാരണവും ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാവുന്ന വിധത്തിൽ അമാനുഷികം എന്നൊക്കെ പറയാവുന്ന സിദ്ധി വൈഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇസ്ലാമിൽ ഏതൊക്കെ തരത്തിലാണ് വരുന്നത്? ജലത്തിനത് നൽകിയ വലിയ പ്രാധാന്യം കാണാം. ബഹുസ്വര സംസ്കൃതിനത് ഉപയോഗിച്ചതായിട്ട് കാണാൻ കഴിയും. പിന്നെയോ ഏത് നിലയ്ക്ക് വേണമെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാം എന്നാണ്. അതാണ് യുദ്ധം മാത്രമൊന്നുമല്ല, യുദ്ധം അനിവാര്യമായിട്ട് കൊണ്ടുവന്നത്, അടിച്ചേൽപ്പിക്കപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഇസ്ലാമില് പ്രവാചകൻ നടത്തിയ യുദ്ധങ്ങളെ നമ്മൾ സാധാരണയായിട്ട് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങൾ അല്ലെങ്കിൽ വലിയ രക്തച്ചൊരിച്ചിലുകൾ ഇല്ലാതെയാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രതിരോധങ്ങൾ എന്ന നിലയിൽ മാത്രമാണ് ആ യുദ്ധങ്ങൾ, അല്ലാതെ യുദ്ധത്തിന്റെ വലിയ പക്ഷമൊന്നുമില്ല. അതുകൊണ്ടാണ് അവസാന കാലത്ത് സമാധാനത്തിന്റെ ഒരു കാലഘട്ടത്തിൽ, മക്കാ വിജയത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ ഈ പടയങ്കി ഒരു ജൂതന്റെ കടയിൽ വെച്ച് പണയപ്പെടുത്തിയിട്ട് പ്രവാചകന് കുറച്ച് ധാന്യം മേടിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ ജൂതന്റെ കടയിൽ കയറിയിട്ട് അവിടെ പോയിട്ട് അത് പണയം വെച്ചു, അടിവരെ ഇടണം കേട്ടോ ജൂതന്റെ.
ഇപ്പോഴങ്ങനെയല്ലോ. ഇപ്പോൾ ഒരുപറ്റം ആളുകൾ പറയുന്നത്, ഒരു ചങ്ങാതി ഇവിടെ കേരളത്തിൽ പറഞ്ഞത് ബഹുസ്വര സംസ്കൃതി ജീവിക്കുന്നില്ല, ഇനി മുസൽമാന്മാർ മാത്രം ഉണ്ടാകുമ്പോഴേ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യക്ക് പോയി എന്ന്. രക്ഷപ്പെട്ടുകൊണ്ട് അത്രകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോയി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം പ്രവാചകൻ സ്വന്തം ജീവിതം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമുണ്ട്. പ്രവാചകൻ ജൂതന്മാരുടെ ഇടയിൽ ജീവിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടില്ല, ഇല്ലല്ലോ. അഗ്നി ആരാധകർ വന്നപ്പോ അവർക്ക് തീക്കുണ്ടമൊരുക്കാൻ വേണ്ടി വിറക് ശേഖരിച്ച് കൊണ്ടു കൊടുക്കാനാണ് പ്രവാചകൻ പറഞ്ഞത്. അത്ര കണ്ടു നോക്കിയില്ല. അങ്ങനെയാണ് ബഹുസ്വരതയോടുള്ള മദീന എന്ന് പറയുന്ന സ്വപ്നതുല്യമായ ഒരു രാഷ്ട്രം രൂപപ്പെട്ടു വരുന്ന സാഹചര്യമുണ്ട്. ആ മദീന എന്ന് പറയുന്ന ആ സ്വപ്നതുല്യമായ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിലും ജൂത വിഭാഗത്തിന് അവരുടെ കച്ചവടത്തിനുള്ള സ്വാതന്ത്ര്യമൊക്കെയും അനുവദിച്ചുകൊണ്ടാണ് ഒരു സ്വപ്ന തുല്യമായ ഒരു രാഷ്ട്രസങ്കല്പം ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇന്നത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ പറയുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രമല്ല ഇത്. അത് എല്ലാ തരത്തിലുള്ള ബഹുസ്വരതകളെയും അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും. വർണ്ണങ്ങൾ ഇപ്പൊ പറയുന്നത് ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളിലേക്ക് പോകുന്നു, വംശീയതയ്ക്ക് പോകുന്നു. വംശീയതയ്ക്ക് വലിയ ഇരകളായി ആളുകൾ മാറുന്നു. ഇസ്ലാമിന്റെ പരിപാവനമായ ഭൂപ്രദേശങ്ങളിൽ നിന്ന് കൂട്ടത്തോടു കൂടി ആളുകൾ വംശീയതയുടെ ഇരകളായി പലായനം ചെയ്തു പോകുന്നു. ഇസ്ലാം ഭീകരതയെ കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. IS-IS-നൊക്കെ എതിരായി ഒക്കെ തന്നെ നിങ്ങളുടെ പ്രസ്ഥാനം നിലപാടെടുക്കുകയും ഗ്രന്ഥങ്ങളും പ്രബന്ധങ്ങളും രചിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആഗോള തലത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരുപക്ഷെ സാമ്രാജ്യത്വ ശക്തികളാൽ സ്പോൺസർ ചെയ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള ഇതൊന്നും നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് ഇസ്ലാമിന് യഥാർത്ഥത്തിൽ വലിയ പങ്കൊന്നുമില്ല കേട്ടോ. അത് വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ കോർപ്പറേറ്റുകളുടെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ, കോർപ്പറേറ്റുകള് അവർ ചില രാജ്യങ്ങള് അവർക്ക് സംരക്ഷിച്ചു നിർത്തേണ്ട ആവശ്യം വരുന്ന കാലഘട്ടങ്ങളിലൊക്കെയും അവർ ധാരാളം വൈഡ് കൊടുത്ത് ആ മനോഹരമായി ആ ഭൂപ്രദേശങ്ങളെയൊക്കെ അങ്ങനെയൊക്കെ തന്നെ നിലനിർത്തും. പക്ഷേ ആ രാഷ്ട്രം എപ്പോൾ അവിടുത്തെ ജനത അവർക്കൊരു ബാധ്യതയായിട്ട് മാറും, ഇനിയൊരു എയ്ഡ് കൊടുക്കാൻ സാധിക്കില്ല, ആവശ്യമില്ല എന്ന് തോന്നുന്ന കാലഘട്ടത്തിൽ ഈ രാജ്യം തന്നെ ഇല്ലാതെയാവണമെന്ന് അവർ തീരുമാനിച്ചാൽ ആ രാജ്യത്തെ അവർ ഇല്ലാതെയൊക്കെ ചെയ്യും. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അതിനകത്ത് പല ഗൂഢപദ്ധതികളും അവർ ഒരുക്കും. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ അവർക്ക് ആവശ്യമില്ല. അവർക്ക് യമൻ വേണമെന്നില്ല, സിറിയ വേണമെന്നില്ല, അത്തരത്തിൽ രാഷ്ട്രങ്ങൾ തന്നെ വേണമെന്നില്ല, അഫ്ഗാനിസ്ഥാൻ വേണമെന്നുണ്ടാവില്ല. അപ്പൊ അവർ അതിൻ്റെതായിട്ടുള്ള അജണ്ടകളൊക്കെ അവർ നടപ്പിലാക്കും. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, വംശീയത എന്ന് പറയുന്നത് ശരിക്കും ഇസ്ലാമിന് വിരുദ്ധമാണ്. ഗോത്രങ്ങൾ അതും യഥാർത്ഥത്തിൽ ഇസ്ലാമിന് വിരുദ്ധമാണ്. കാരണം ഗോത്രങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗോത്രത്തിന് സവിശേഷമായ ഏതെങ്കിലും തന്നെ വൈശിഷ്ട്യമുണ്ട് എന്ന് ഇസ്ലാം അംഗീകരിച്ചില്ലല്ലോ. ഒന്നും അംഗീകരിച്ചിട്ടില്ല. അതിന്റെ വിശദാംശങ്ങൾക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ മണിക്കൂറുകളോളം നിന്നുകൊണ്ട് സംസാരിക്കാവുന്ന കാര്യമാണ്. അതൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ അതിനൊരു പ്രാധാന്യം അത് കൊടുക്കുന്നില്ല. കറുപ്പ് വെളുപ്പ് എന്ന് പറയുന്ന ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ടാണ് മക്ക വിജയത്തിന് ശേഷം ആദ്യത്തെ ബാങ്ക് വിളിക്ക് ബിലാൽ ഇബ്നു റബാഹ് എന്ന് പറയുന്ന ഒരു കറുത്ത വർഗക്കാരനെ പ്രവാചകൻ നിയോഗിക്കുന്നത്. ഈ ബിലാൽ ഇബ്നു റബാഹിന്റെ മനോഹരമായ കണ്ഠശുദ്ധി ഉണ്ടല്ലോ, അതുകൊണ്ട് മാത്രമല്ല നന്നായിട്ട് ബാങ്ക് വിളിച്ചിരുന്നു. സത്യം അത്രയ്ക്ക് മനോഹരമായി കർണമധുരമായി ബാങ്ക് വിളിക്കാൻ സാധിച്ചിരുന്നു ബിലാൽ ഇബ്നു റബാഹിന്. അതൊക്കെ കാര്യം. പക്ഷേ അതല്ല പ്രശ്നം. പക്ഷെ കറുത്ത വർഗക്കാരൻ, ബ്ലാക്ക് മാൻ. അതുകൊണ്ട് ഇസ്ലാമും അടിമകളും എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം എടുത്ത് നോക്കിയാൽ അറിയാം, ആദ്യത്തെ വിവാഹത്തിലൂടെ ഖദീജ ബീവിയുടെ അടിമകളായിട്ടുള്ള ഒരുപക്ഷെ ആ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന അന്നത്തെ അടിമ സമ്പ്രദായത്തിനകത്തുണ്ടായിരുന്ന ഈ അടിമകളിലൊക്കെ ഉള്ള അവകാശങ്ങൾ പ്രവാചകന് ആദ്യത്തെ വിവാഹത്തിലൂടെ ഈ അടിമകൾക്ക് മേൽ പ്രവാചകന് അവകാശം ലഭ്യമാക്കുന്ന ഒരു ഘട്ടത്തിൽ ആദ്യം ചെയ്യുന്നത് ഈ അടിമകളെ മുഴുവൻ തന്നെയും വിമോചിപ്പിക്കുകയാണ് പ്രവാചകൻ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനമായ കാര്യം. കാരണം മനുഷ്യരെ അടിമകളാക്കി വെക്കുന്നതും പ്രവാചകൻ അംഗീകരിച്ചിട്ടില്ല. പിന്നെയോ മനുഷ്യരെ ഭയക്കാൻ പാടില്ല. ആകപ്പാടെ ഭയക്കേണ്ടത് ആരാണ്? ദൈവത്തെ മാത്രമാണ്. അന്തിമമായി അനുസരിക്കേണ്ടത് എന്തിനാണ്? ദൈവത്തെ മാത്രമാണ് അനുസരിക്കേണ്ടത്. ഈ കറുപ്പ് അതെങ്ങനെയാണ് പ്രവാചകൻ ഈ കറുപ്പിനെ പരിചരിക്കുന്നത് എന്ന്, എങ്ങനെയാണ് കറുപ്പിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ വളരെ വളരെ കൗതുകകരമായ ഒരു കാര്യമായിട്ട് മാറും. പ്രകൃതി പരിസ്ഥിതി വളരെ പ്രധാനമായി കാര്യം. ഇന്നിപ്പോ നമ്മള്
കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശരിക്ക് വലിയ ഇക്കോ റിലീജിയൻ ആയിട്ട് മാറേണ്ടുന്ന ഒന്നാണ് ഇസ്ലാം, ഗ്രീൻ റിലീജിയൻ. കാരണം അത്ര കണ്ട് പ്രാധാന്യം നൽകിയിട്ട് അതുകൊണ്ടാണ് റൂട്ട് മെക്ക എന്ന് പറയുന്ന മുഹമ്മദ് അസദിന്റെ പ്രശസ്തമായ പുസ്തകത്തിൽ മക്കയിലേക്കുള്ള യാത്രക്കിടയിൽ ഒട്ടകത്തിന്റെ തോലുകൊണ്ടുണ്ടാക്കിയ കുപ്പിയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുന്ന സമയത്ത് കവിളിലൂടെ ഒലിച്ചിറങ്ങിയ ഒരു തുള്ളി വെള്ളം ഉണങ്ങിക്കരിയാൻ വിധിക്കപ്പെട്ട് വാടി നിൽക്കുന്ന ഒരു ചെറു സസ്യത്തിന്റെ ശിരസിൽ ചെന്ന് തൊട്ടപ്പോൾ ആ സസ്യം പിടഞ്ഞുണർന്നു എന്നാണ് ഒരു തുള്ളി വെള്ളത്തിന്റെ മാന്ത്രികതയെ കുറിച്ച് റൂട്ട് മെക്കയിൽ അസദ് പറയുന്നത്. ഏതാണ്ട് പ്രവാചകനും ഇങ്ങനെയാണ്. ഈ ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ അതെങ്ങനെയാണ് ഒരു വാടി നിൽക്കുന്ന ഒരു സസ്യത്തിന് മേൽ ചെന്ന് തൊടുമ്പോ അത് വിസ്മയകരമായി ഉണർന്നു പോകുന്നത് എന്ന് നമുക്ക് പ്രതീകവൽക്കരിച്ചുകൊണ്ട് പറയുകയും ചെയ്യാം. കാരണം ജലം വളരെ പ്രധാനമായ കാര്യമാണ്. അപ്പൊ ഇക്കോളജി നമുക്ക് ആ രീതിയിൽ കാണാം. പുതിയ കാലഘട്ടത്തിൽ ധാരാളം തരത്തിലുള്ള വായനകൾ വിശുദ്ധ ഖുർആനെയും പ്രവാചക ജീവിതത്തെയും മുൻനിർത്തിക്കൊണ്ടുള്ള ധാരാളം പാരിസ്ഥിതിക വായനകൾ വരുന്നുണ്ട്. ഇപ്പൊ വിമോചനത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ, ഇപ്പൊ വിശപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ വല്ലാത്തൊരു അവസ്ഥയാണ്. ഞാൻ പ്രവാചക ജീവിതത്തിൽ വളരെ കൗതുകകരമായ ഒരു കാര്യം ഞാൻ നിരീക്ഷിച്ചിരുന്നു. ഞാന് ഈ പ്രവാചകൻ ഒരിക്കലും പരസ്യമായ സ്ഥലത്ത് ഇറച്ചിയൊന്നും വേവിക്കാനും പൊരിക്കാനൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഏത് യാത്രയിൽ ചെയ്യുന്ന സമയത്തും പരസ്യമായിട്ട് ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് ഇറച്ചിയൊന്നും വേവിക്കാൻ പാടില്ല. ഞാൻ ധരിക്കുന്ന ഹൈജീനിക് എന്ന് പറയുന്ന ഒരു വിഷയം, അല്ല പൊടിപടലങ്ങൾ ഇതിൽ വന്ന് വീഴുന്നു എന്നതിന്റെ കൊണ്ട് മാത്രമാണെന്ന് ധരിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, കൂടുതൽ സൂക്ഷ്മമായിട്ട് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഹൈജീനിക് ഒരു വിഷയമാണ്. അതിനപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഇറച്ചിയൊക്കെ പൊരിച്ചെടുത്തിട്ട് അത് നിങ്ങളെ പാവപ്പെട്ട ഒരു മനുഷ്യന് അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതിന്റെ പങ്കുകൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, വെറുതെ ആ മണം ആ പാവത്തിന് എത്തിച്ചിട്ട് അവനൊരു വേദന ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞു വരുന്ന ഒരു കാര്യം. അപ്പോ അങ്ങനെ ചെയ്യുമ്പോ നിങ്ങൾക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഈ പറയുന്ന ഇറച്ചി പൊരിക്കുന്നതിന്റെ മണം ഒരിക്കലും അത് കഴിക്കാൻ അർഹതയില്ലാത്ത സാധ്യതയില്ലാത്ത ഒരാൾക്ക് അതൊരു വല്ലാത്ത വേദന ഉണ്ടാക്കും. മാനവികതയെ കുറിച്ചുള്ള വലിയൊരു സങ്കല്പം അതുണ്ട്. എന്തും പങ്കിട്ട് കഴിക്കുക. അതാണ് അറേബ്യൻ കൊണ്ടുവന്നൊരു സംഭവം ഉണ്ടല്ലോ. പലതായി ചിദ്രിച്ചു നിന്ന് പല വിഗ്രഹങ്ങളും വെച്ച് പൂജ നടത്തി അതിന്റെ പേരിൽ വലിയ സംഘർഷങ്ങളിലേക്ക് എത്തി നിർത്തിയ ഗോത്രങ്ങളെയാണ് ഒറ്റ ആഹാരപാത്രത്തിന്റെ ചുറ്റും അവർ നിർത്തുന്നത്. ഒരേ ആഹാരം എല്ലാവരും ഒരു പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കുക എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് പിന്നീട് ഈ ആഹാരത്തിന്റെ ഒരു വലിയ രാഷ്ട്രീയത്തെ കുറിച്ച് മാത്രം പ്രവാചക ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് ആഹാരത്തിന്റെ ഒരു രാഷ്ട്രീയം, അതിന്റെ ഒരു സാമൂഹ്യ ശാസ്ത്രമൊക്കെ നമുക്ക് വിശദീകരിക്കാവുന്ന. ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞ ഈ തരത്തിൽ കൗതുകകരമായ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടി. പിന്നെയോ സമാധാനത്തിന് വേണ്ടി ഏതറ്റം വരെയാണ് മുസൽമാന്മാർ വിട്ടുവീഴ്ച ചെയ്യേണ്ടത്, ഏതറ്റം വരെയാണ് സമാധാനത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. ആ വിട്ടു ചെയ്യേണ്ട ഏറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്നായി നിൽക്കുന്നത് ഹുദൈബിയയിലെ സന്ധിയാണ്. ആ ഹുദൈബിയ സന്ധിയുടെ ഘട്ടത്തിൽ പ്രവാചകൻ അങ്ങനെ തീരുമാനമെടുക്കുമ്പോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അനുയായികളൊക്കെയും വലിയ തോതിൽ വേദനിക്കുന്നുണ്ട്, അല്ലെ? വലിയ തോതിൽ വേദനിക്കുന്നുണ്ട്. ഇത്രയേറെ ഒരു കീഴടങ്ങൽ, ഒരു അന്തിമമായ തരത്തിലൊരു കീഴടങ്ങൽ, അതൊക്കെ വേണോ എന്ന് ചോദിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ആ കരാർ ഒരുപക്ഷെ പ്രവാചകനും പ്രവാചകന്റെ അനുയായികൾക്കും അവരുടെ സൈന്യങ്ങൾക്കൊക്കെയും അങ്ങേയറ്റം വിരുദ്ധമായ രീതിയിലുള്ള ഒരു കരാറിലാണല്ലോ ഒപ്പുവെക്കേണ്ടി വന്നത്. പക്ഷേ അസാധാരണമായ ആത്മവിശ്വാസം കൊണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു കരാറിൽ ഒരു ഒപ്പുവെക്കാൻ കഴിയൂ. കാരണം അതുകൊണ്ടാണ് പിന്നീട് ലോകത്തിന്റെ യുദ്ധങ്ങളുടെ ചരിത്രത്തില്, കരാറുകളുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒന്നായി പിന്നീട് ഹുദൈബിയയിലെ ഈ സന്ധി മാറുന്നുണ്ട്. സന്ധികൾ, കരാറുകൾ പ്രവാചക ജീവിതത്തിൽ ഉടനീളമുണ്ട്. സന്ധികളും കരാറുകളും അത് ഒരർത്ഥത്തിൽ ഒരു സന്ധി ചെയ്യാന്ന് പറയുന്ന, ഒരു കരാറിൽ ഏർപ്പെടുക എന്ന് പറയുന്നത്, അത് അപരന്റെ ശബ്ദത്തെ കൂടി നിലപാടുകളിൽ കൂടി അംഗീകരിക്കുക. അതാണ് തന്നെ, അതൊരു സമന്വയ ദർശനമാണിത്.
ആ ഒരു സമന്വയത ഉണ്ടാവണം. നമ്മൾ വരുന്ന പോലെ അതിതീവ്രതയിലേക്ക് പറയില്ല. അതുകൊണ്ട് ദുരവസ്ഥ എന്ന് പറയുന്ന കാവ്യത്തെ വിലയിരുത്തുന്ന സമയത്ത് ബീരാജീവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൽ ബ്രാഹ്മണ സ്ത്രീക്ക് ഈ ദളിതനായിട്ടുള്ള ആള് ഒരുപക്ഷെ പ്രണയം പോലും മനസ്സിൽ സൂക്ഷിക്കാൻ വിധത്തിലുള്ള സാഹചര്യമില്ലാത്ത ദളിതനായിട്ടുള്ള ആള് കാമുകൻ ഒരു അമ്പൽപ്പൂ പറിച്ചെടുത്തിട്ട് ഈ കാമുകിക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഈ കാമുകിക്ക് കൊണ്ടു കൊടുക്കുമ്പോ ഇയാൾ ഈ കുളത്ത് നിന്ന് അമ്പൽപ്പൂ പറിച്ചിട്ട് എല്ലാ പടികളും കയറി മുകളിലേക്ക് വന്ന് അമ്പൽപ്പൂ കൊടുക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഇയാൾ കുറച്ച് പടി കയറി വരികയും ഈ കാമുകി കുറെ പടികൾ താഴോട്ട് ഇറങ്ങുകയും ചെയ്യാണ്. അതിന്റെയാണ് ആ സമന്വയ ദർശനം. കുറെ പടികൾ ഇങ്ങോട്ട് കയറുന്നു, കുറെ പടികൾ അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്യുന്നു. ആ രണ്ടും ചേരുന്ന ഒരു ഇടമുണ്ട്. അതാണ് ഏകപക്ഷീയമല്ല. ആണ് നമ്മുടെ സന്ധികൾ കരാറുകൾ എന്നൊക്കെ പറയുന്നത് അപരന്റെ കൂടി അവകാശങ്ങളെ അംഗീകരിച്ചു കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് ബഹുസ്വരതയെ എങ്ങനെയൊക്കെയാണ് അത് പരിപാലിച്ചു നിർത്തിയിട്ടുള്ളത് എന്ന് ഉടനീളം പ്രവാചക ജീവിതം എടുത്ത് നോക്കിയാൽ കഴിഞ്ഞാൽ ഈ ബഹുസ്വരതയെ അത് വലിയ തോതിൽ അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അത് വിശപ്പിന്റെ രാഷ്ട്രീയം, വസ്ത്രത്തിന്റെ രാഷ്ട്രീയം, അനാഥത്വം വളരെ പ്രധാനമായൊരു കാര്യമില്ലേ? പ്രവാചകൻ പറയുന്നുണ്ടല്ലോ, അച്ഛനമ്മമാർ ഉള്ള കുട്ടികളെ ഈ അച്ഛനമ്മമാർ ഒരു അനാഥനായ കുട്ടിയുടെ മുമ്പിൽ വെച്ച് പരിലാളിക്കരുത്, അല്ലെ? പരിലാളിക്കാൻ പാടില്ല. എന്തുകൊണ്ട് പാടിക്കില്ല? ഈ കുട്ടിക്ക്, ഈ അനാഥനായ കുട്ടിക്ക്, അച്ഛനമ്മമാരില്ലാത്ത കുട്ടിക്ക് അത് വലിയ വേദനയാണ് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് അത് സ്വയം ഒരു അനാഥനായി വളർന്നു എന്നതുകൊണ്ട് മാത്രമായിരുന്നില്ല, മറിച്ച് അനാഥത്വത്തെ വളരെ വളരെ സർഗാത്മകമായി വളരെ ഉയർന്ന തലത്തിൽ അത് കൊണ്ടുവന്നു. എഡ്യൂക്കേഷൻ എന്നതാണ് ഇന്ന് നമ്മൾ പറയുന്ന ഈ മദ്രസ ഒരു സമ്പ്രദായത്തിന്റെ ഏറ്റവും ആദിമമായ രൂപം പ്രവാചക കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായി. അന്ന് തന്നെ ഉണ്ടായി. അതിലൊരു സന്ദർഭം പറയുന്നുണ്ട്. ഈ അന്നത്തെ ഒരു സ്റ്റേറ്റ് എന്നോ പറയുന്നോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെയോ സ്റ്റേറ്റ് എന്നോ പറയുന്നതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ടൊരു കുട്ടി പഠിക്കുകയാണ്. ആ പഠിക്കുന്ന കുട്ടി പെട്ടെന്ന് അകാരണമായി മരണപ്പെട്ടു പോയപ്പോ അവന്റെ വസ്ത്രത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സ്വർണ്ണ നാണയം കിട്ടിയത്. അങ്ങനെ ഒരു സ്വർണ്ണ നാണയം പോക്കറ്റിൽ വെക്കാൻ ഒരു കുട്ടി കഴിയുന്നുണ്ടെങ്കിൽ അവന്റെ സാമ്പത്തിക സ്ഥിതി ശരിക്ക് ഒരു സ്റ്റേറ്റിന്റെ ആനുകൂല്യം പറ്റിക്കൊണ്ട് പഠിക്കേണ്ടതല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പ്രവാചകൻ തക്കീത് നൽകുന്ന ഒരു സന്ദർഭം ഉണ്ടായി. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ സക്കാത്ത് തന്നെ വല്ല രസകരമായ കാര്യമല്ലേ? ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ചാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ രസങ്ങളുണ്ട്. കൃഷി ചെയ്യുന്ന ആൾക്ക് ധാരാളം വെള്ളം ലഭ്യമാകുന്ന കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കും അത് വരണ്ട പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന ആൾക്കും ഒരുപോലെ അല്ല സക്കാത്ത് കൊടുക്കേണ്ടത്. വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, വെള്ളം ധാരാളം കിട്ടുന്ന സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ആളും ഡെസർട്ടിൽ കൃഷി ചെയ്യുന്ന ആളും വെള്ളം കിട്ടാത്ത കൃഷി ചെയ്യുന്ന ആളും കൃഷിയിൽ അയാൾക്ക് കിട്ടുന്ന ലാഭവിഹിതം വ്യത്യസ്തമായിരിക്കും. എന്ന് വെച്ചാൽ ഇതാണ് ഇതിന്റെ പറയുന്നത്. അതിന്റെ മനുഷ്യന്റെ അതിന്റെ ഒരു സമഗ്രതയിൽ ദർശിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് പ്രവാചക ജീവിതത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായിട്ട് അത് മാറുന്നത്. അതുകൊണ്ടാണ് വിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണേണ്ടത്. തന്റെ വിശ്വാസത്തിന് വേണ്ടി, ഒരു രാഷ്ട്രത്തിന് വേണ്ടി എങ്ങനെയാണ് പോരാടുക. നമുക്കതിന് മാതൃക ഉണ്ടായല്ലോ, അല്ലെ? ഒരു രാഷ്ട്രത്തിന് വേണ്ടി പോരാടാൻ സ്വന്തം വിശ്വാസത്തെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക. ഏറ്റവും പ്രധാനമായ ഒരു കാലം പോർച്ചുഗീസ് കാലഘട്ടം തൊട്ട് ബ്രിട്ടീഷ് കാലഘട്ടം വരെ ഈ തീരദേശത്ത് മുഴുവൻ നടന്നിട്ടുള്ള പോരാട്ട ഭൂമികയിൽ മുഴുവൻ മുസ്ലിം പോരാളികളായ ആളുകളൊക്കെയും അവരുടെ വിശ്വാസത്തിലുള്ള അചഞ്ചലത കൊണ്ടാണ് അവർ പോരാടി നിന്നത് എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അലി മുസ്ലിയാരെ ആരാണ് സൃഷ്ടിച്ചത്? യഥാർത്ഥത്തിൽ ഏത് വിശ്വാസമാണ് അലി മുസ്ലിയാരിൽ ഉണ്ടാക്കിയത്? അതല്ല ഈ കുഞ്ഞിമരക്കാർ ഷഹീദ് എന്ന് പറയുന്ന പോർച്ചുഗീസ് കപ്പലിലേക്ക് ചെന്ന് അവിടെ പോരാടി രക്തസാക്ഷിത്വം വഹിച്ചാലാണ് ഷഹീദ് കുഞ്ഞിമരക്കാർ, അല്ലെ? പൊന്നാനി തീരദേശത്ത് നിന്ന് കഴിഞ്ഞാൽ ഇപ്പോ ബാക്കിയാകുന്നത് കുറെ അറബ് മലയാളം പാഠ്യപുസ്തകങ്ങളിൽ മാത്രമായാണ് ഷഹീദ് കുഞ്ഞിമരക്കാരുടെ ആത്മാവിന്റെ തുടിപ്പ് നമുക്ക് അനുഭവിക്കാൻ കഴിയുക. നേരിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. ആ മണ്ണ് ഏതാന്ന് പോലും കൃത്യമായി നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ കാലഘട്ടം തൊട്ടുള്ള വലിയ ഒരു പോരാട്ടത്തിലേക്ക് കൊണ്ടുവന്നത് ഇത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ജിഹാദ്.
ജിഹാദിന് പലതരത്തിലുള്ള വ്യാഖ്യാനമുണ്ടായി. ജിഹാദത്തിന് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ കാലഘട്ടത്തിൽ സവിശേഷമായ വ്യാഖ്യാനം നൽകിയിട്ടുള്ള ഒരു മണ്ണാണ് നമ്മുടെ മണ്ണ്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല. തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിലൂടെ എങ്ങനെയാണ് ഊർജം നൽകിയത് എന്നുള്ളതാണ്. പ്രവാചക ജീവിതത്തിൽ ഉടനീളമുള്ള പ്രവാചക പ്രകീർത്തനങ്ങൾ മുഴുവൻ കവ്യങ്ങളായി വിശ്വാസികൾക്ക് പോരാട്ട ഭൂമികയിൽ അസാധാരണമായ ആർജവത്തോടുകൂടി പോരാടി നിൽക്കാനുള്ള ഊർജം അത് പ്രസരിപ്പിച്ചു എന്നുള്ളത് ഏറ്റവും വലിയാണ്. അതുകൊണ്ടാണ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിനകത്ത് മതം, ആത്മീയത എങ്ങനെയാണ് സവിശേഷമായി ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതിനൊക്കെ വലിയ ഉദാഹരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെയും നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത്തരം പോരാളികളെയൊക്കെ തപ്പിപ്പിച്ച് നിർത്തിയിട്ടുള്ളത് ഈ വിശ്വാസമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ വ്യത്യസ്തത കാണും. ഇപ്പൊ ഒന്ന് പറ്റുന്ന വെച്ചാൽ ഈ പുതിയ ആശയങ്ങളുടെ വിപണിയുടെ ഈ ലോകത്ത് ഈ പാരമ്പര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോ ഈ പാരമ്പര്യങ്ങളൊക്കെയും തേജസ്വിയാർന്ന ഓർമ്മകളായി അത് മാറി നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സന്ദർഭമുണ്ട്. അതിനുവേണ്ടിയാണ് ഇരിക്കണം പഠിക്കേണ്ടതും അറിയേണ്ടതും ഒക്കെ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതൊരു സംവാദ സദസ്സാണ്. ഇനിയും പലവിധം ആളുകൾക്ക് സംസാരിക്കാനുണ്ട്. ഞാൻ എൻ്റെ ചില വിശ്രതമായ നിരീക്ഷണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പ്രവാചക ഭൂപ്രദേശങ്ങളിലൂടെയുള്ള യാത്രയെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഒരു യാത്ര പൂർത്തിയാക്കി നിൽക്കുകയാണ്. അത് എഴുതി തുടങ്ങിയിട്ടില്ല. വളരെ വൈകാതെ പുസ്തക രൂപത്തിൽ തൈഫിലും ഒക്കെയുള്ള എൻ്റെ യാത്രകൾ തൈഫിനെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ. പ്രവാചകന്റെ 3 വരവുണ്ട് അവിടെ തൈഫിൽ. കുഞ്ഞുനാളിൽ അലീമ ബീവിയുടെ എന്താ പറയാ മുലയൂട്ടി അലീമ ബീവി വളർത്തിയ കുഞ്ഞായ മുഹമ്മദ് ഈ കൂടാരത്തിൽ തൈഫിലേക്ക് വരുന്നതും അതിനുശേഷം അഭയം തേടി വരുന്നതും പിന്നെ തൈഫ് യുദ്ധത്തിന്റെ 3ാമത്തെ ഘട്ടത്തിൽ വരുന്നതായിട്ട് 3 ഘട്ടങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയൊക്കെയുള്ള എൻ്റെ സഞ്ചാരങ്ങളും എൻ്റെ വായനകളുമൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ വെക്കാനായിട്ട് എനിക്ക് സാധിക്കും. ഞാൻ ധരിക്കുന്നത് ലോകത്തിൻ്റെ വിമോചകനാണ് പ്രവാചകനെങ്കിൽ എല്ലാ മതവിശ്വാസികൾക്കും ഉള്ളതാണ് പ്രവാചകൻ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ലാണ്ട് ഇസ്ലാമിനകത്ത് മാത്രമായി നിൽക്കേണ്ട കാര്യമില്ല. ലോകത്തിന്റെ വിമോചകനാണെങ്കിൽ ആ വിമോചകന്റെ സമസ്ത സന്ദേശങ്ങളും ജീവിതവും ജീവിതദീപ്തിയും ലോകത്തെ എല്ലാ മാനവരാശിയിൽപ്പെട്ട എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് എന്നുള്ള അതിവിശാലമായ ഒരു കാഴ്ചപ്പാടിലൂടെ ഈ എന്താ പറയാ വളരെ റിജിഡ് എന്നൊക്കെ പറയുന്ന നിഗൂഢമായ ഒന്നിൽ നിന്ന് കുറെ കൂടി വിശാലതയിലേക്ക്, കാറ്റിലേക്ക്, വെളിച്ചത്തിലേക്ക്, കടൽത്തിരയിലേക്ക്, നദികളിലേക്ക്, അങ്ങനെയാണല്ലോ വായിക്കുക നിന്റെ നാഥന്റെ നാമത്തിൽ നിന്ന്. പിന്നീട് എന്താണ് പ്രവാചകൻ വായിച്ചതെന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നീട് നിങ്ങൾക്ക് അതിന്റെ വായന വളരെ വളരെ ആഴത്തിൽ കാണാം. അദ്ദേഹം പർവ്വതങ്ങളെ വായിച്ചു, സമുദ്രത്തെ വായിച്ചു, മരുഭൂമിയെ വായിച്ചു, സമത്വം വായിക്കും. അതുകൊണ്ടാണ് പ്രവാചകനും മരങ്ങളും തമ്മിൽ വലിയ അടുപ്പമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. പ്രവാചകൻ മരങ്ങളോട് സംസാരിക്കാൻ സാധിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നതിന്റെ കാരണം അതാണ്. പ്രവാചകനെ കണ്ടാൽ മരങ്ങൾ പ്രതികരിക്കുമായിരുന്നു എന്നാണ്, അല്ലെ? അതാണ് ആലങ്കാരികമായ. സത്യത്തിൽ ഇങ്ങനെയൊക്കെ വായിക്കുന്നത് ശരിയാണോ എന്നൊക്കെ പുത്തൻകൂറ്റുകാരായ ആളുകൾ വളരെ യാന്ത്രിക ഇസ്ലാമിന്റെ വക്താക്കൾ ഇങ്ങനെയൊക്കെ വായിക്കുമ്പോഴും എഴുത്തുകാരനും നോവലിസ്റ്റുമായി എനിക്ക് അപ്പുറത്തുള്ള ആ ഒരു വായനയോടാണ് കൂടുതലിഷ്ടം. കാരണം അതിലാണ് കൂടുതൽ സർഗദീപ്തി ഉള്ളത് എന്ന് ഞാൻ വിശ്വസിക്കും. ആ ഒരു സർഗദീപ്തിയാണ് കലയിലേക്ക് പ്രചരിക്കേണ്ടത് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ഇസ്ലാമിക നാഗരികത ലോകത്തിന് കലയിലൂടെ വലിയ സംഭാവന നൽകിയത്. ലോക ചിത്രകലയുടെ ചരിത്രം പഠിച്ച ഒരാളാണ് ഞാൻ. ലോകത്തിലെ ആധുനികത ചിത്രകലയുടെ ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം എന്തെന്ന് വന്നു ചോദിച്ചാൽ സ്പെയിനിൽ നിന്ന് ഇസ്ലാമിക കലയുടെ, ഇസ്ലാമിക ദർശനത്തിന്റെ വലിയ സ്വാധീനം അബ്സ്ട്രാക്ട് ആർട്ടിൽ കാണാനായിട്ട് പറ്റും. അതൊക്കെ മറ്റൊരു ഘട്ടത്തിൽ ചിത്രകലയും വാസ്തുശില്പകലയും കുറിച്ച് മറ്റൊരു ഘട്ടത്തിൽ നിങ്ങളോട് സംസാരിക്കാനായിട്ട് വരാം എന്ന് മാത്രമേ ഞാൻ പറയാനുള്ളൂ. എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങളെ പ്രസ്ഥാനമായിട്ടൊക്കെ നല്ല പലതരത്തിലും ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ധാരാളം വേദികളിൽ നിങ്ങൾ ഉസ്താദുമാരുമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളുടെ സാഹിത്യോത്സവങ്ങളിൽ
എപ്പോഴും ക്ഷണിതാവാണ് ഞാൻ. ആ നിലയ്ക്ക് പ്രാസ്ഥാനികമായിട്ടൊക്കെ നിങ്ങളോട് വളരെ വലിയ അടുപ്പം നടത്തുകയും വലിയ ഡിസ്കോഴ്സൊക്കെ നടത്താൻ എപ്പോഴും വരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് സന്തോഷമുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ പുതിയ നോവൽ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ജിനശലഭങ്ങളുടെ വീട് എന്ന് പറയുന്ന ഇക്കോ സ്പിരിച്വൽ നോവൽ. നേരിച്ച് ഇസ്ലാമിനെ കുറിച്ചൊന്നുമല്ല നോവൽ, അത് മനുഷ്യന്റെയും അതിജീവനത്തെയും സ്വപ്നങ്ങളെയും ഒക്കെ കുറിച്ചുള്ള ഒരു നോവലാണത്. പക്ഷേ ആ നോവൽ വിപണിയിലെത്തി 10 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ആ നോവലിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നിങ്ങളുടെ കലാലയ എന്ന് പറയുന്ന നിങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സർഗവേദി ഈ 19-ാം തീയതി കോഴിക്കോട് മർക്കസ് സ്ക്വയറിൽ വെച്ചിട്ട് ഈ പുസ്തകത്തിന്റെ ഒരു ചർച്ച വയ്ക്കുന്നത്. അതുകൊണ്ട് കോഴിക്കോടുള്ള സുഹൃത്തുക്കളൊക്കെ 19-ാം തീയതി വരണം. പ്രാസ്ഥാനികമായിട്ട് നിങ്ങൾക്ക് അതിന്റെ വിവരം കിട്ടും. ഞാൻ പറയുന്നത്, ഒരു കൃതി, എൻ്റെ ഒരു കൃതി പുറത്തേക്ക് വരുമ്പോഴേക്ക് ആദ്യം ചർച്ച ചെയ്യുന്ന പ്രസ്ഥാനമായി നിങ്ങളുടെ ഇത് മാറിയിട്ടുണ്ട്. അതിലുള്ള നന്ദിയും കടപ്പാടും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സംവാദ സദസ്സിലുള്ള എൻ്റെ ആമുഖ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. ഇനിയും കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞുണ്ട്. എനിക്ക് ഏറെ ബഹുമാനായിട്ടുള്ള ഖലീൽ ബുഖാരി തങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം കൂടിയാണ് ഇത്രയും വലിയ ഒരു അന്തർദേശീയമായിട്ടുള്ള ഈ ഒരു സ്ഥാപനം. എന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞതിൽ, വീണ്ടും ഉസ്താദിനെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.